എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. മാർച്ച് 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത വിതരണത്തിന് കാത്തിരിക്കുകയാണ്. വിതരണ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് വിവരം. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പ്രഖ്യാപിച്ച് ആദ്യ വിതരണം ഫെബ്രുവരി മാസത്തിലാണ് നടന്നത്. ഇതിനുശേഷമുള്ള രണ്ടാമത്തെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. 16 ലക്ഷത്തോളം ആളുകൾ അപേക്ഷ നൽകിയപ്പോൾ 10 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ 20 ലക്ഷത്തിനടുത്ത് അപേക്ഷകൾ വരുമ്പോൾ 15 ലക്ഷത്തോളം ആളുകൾക്കെങ്കിലും ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവസാനമായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. അപേക്ഷ നൽകിയിട്ടും പല പൊരുത്തക്കേടുകൾ കാരണം അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും തുക ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ള അതേ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ അങ്ങനെ പരിശോധിക്കുക. കൃത്യമായിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എങ്കിലും അടുത്ത വിതരണത്തിൻ്റെ സമയത്ത് 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും ഈ 1000 രൂപ ലഭിക്കുമ്പോൾ അതോടൊപ്പം അടുത്ത പെൻഷൻ വിതരണവും നമുക്ക് ഇപ്പോൾ സൂചനകളായിട്ട് പറയാൻ കഴിയും. ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും. അടുത്ത മാസത്തെ ഇലക്ഷന് മുമ്പ് ലഭിക്കും. അതായത് ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മാക്സിമം ആളുകൾക്ക് ലഭിക്കും. അപേക്ഷ നൽകിയിട്ടുള്ളവർക്കെല്ലാം അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷന് മുമ്പ് എന്തായാലും ഒരു മാസത്തേത് ലഭിക്കും. മാത്രമല്ല മെയ് മാസത്തേത് മുൻകൂറായിട്ടും സ്ത്രീകൾക്ക് ലഭിക്കാനുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനോടൊപ്പം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുൻകൂറായിട്ട് ഒരു മാസത്തേത് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം ആയിക്കഴിഞ്ഞാൽ പുതിയ കടമെടുപ്പും പുതിയ സാമ്പത്തിക വർഷവുമാണ്. ആ ഒരു തരത്തിലുള്ള വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സംസ്ഥാനത്ത് അങ്ങനെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പെൻഷൻ വിതരണത്തിന് കാത്തിരിക്കുന്ന അതിനെ അറിയിപ്പ് പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വാഹിതയല്ല പുനഃവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 31 വരെയാണുള്ളത്. അതിനുള്ളിൽ എല്ലാ ആളുകളും അത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അടുത്ത പെൻഷൻ വിതരണം മാർച്ച് മാസത്തെ പെൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 25-ാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ വിതരണം ഉണ്ടാകും. 24-ാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 25-ാം തീയതിയോടുകൂടി 2000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പെൻഷൻ വിതരണം അത് ഈ പെൻഷൻ വിതരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല. ആ ഒരു പെൻഷൻ കറക്റ്റ് സമയത്ത് ലഭിക്കുകയാണ് ചെയ്യുക. അതിനുശേഷവും നമുക്ക് പെൻഷൻ വലിയ താമസമില്ലാതെ ലഭിക്കും. അതായത് ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്തായാലും ലഭിക്കും. ഇനി ഏപ്രിൽ മാസത്തെ മാത്രമാകില്ല, ചിലപ്പോൾ മെയ് മാസത്തെയും ആ ഏപ്രിൽ മാസത്തോടൊപ്പം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററും വിഷുവും നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് 2 ഗഡു പെൻഷൻ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ 25-ാം തീയതിക്ക് ശേഷം അതായത് അടുത്ത മാസം ഈ മാർച്ച് 25-ന് ശേഷം ഏപ്രിൽ 20-നുള്ളിലായിട്ട് ഈ 3 പെൻഷൻ 6000 രൂപ ഇലക്ഷന് പ്രമാണിച്ച് വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയിപ്പ് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ചയായിരിക്കും ലഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ്. മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ളവരും മസ്റ്ററിങ് ചെയ്തപ്പോൾ അത് പരാജയപ്പെട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം 20-നുള്ളിൽ അത് സമർപ്പിക്കാം. ഈ മാസമല്ല, എല്ലാ മാസവും അത് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാവരും ചെയ്യണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസം വിതരണം ചെയ്യുന്ന ചിലപ്പോൾ 2 പെൻഷൻ ഉണ്ടാകും. അതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ 20-ാം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമായേക്കും. എണ്ണയേക്കാൾ ഉപരി LPG, LNG വിതരണത്തിലാണ് ഇന്ത്യ കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ 80 മുതൽ 85% ഇറക്കുമതി ചെയ്യുന്നതാണ്.
ഇതിൽ ഭൂരിഭാഗവും വരുന്നത് ഹോർമൂസ്. ക്രൂഡ് ഓയിൽ പോലെ LPGക്ക് വലിയ തോതിലുള്ള തന്ത്രപ്രധാന ശേഖരം ഇന്ത്യയിൽ ഇല്ല. ഇതാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടച്ചിടുകയാണ് എങ്കിൽ രാജ്യത്ത് പാചക വാതക വിതരണത്തിന് കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിസന്ധി നീണ്ടാൽ LPG നൽകുന്നതിന്റെ പരിധി ചുരുക്കേണ്ടി വരും എന്നുള്ളതാണ് റിപ്പോർട്ട്. നിലവിൽ രാജ്യത്ത് ഒരു ഗാർഹിക ഉപഭോക്താവിന് 15 സിലിണ്ടറുകളാണ് ലഭിക്കുന്നത്. കേരളത്തിൽ അത് 12 സിലിണ്ടറുകളാണ്. സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം 10-മാണ്. യുദ്ധത്തിനൊരു പരിഹാരം ആയിട്ടില്ല എങ്കിൽ അത് 4-ഓ 2-ഓ ആയി കുറയാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ KYC പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നതാണ് പുതിയ തീരുമാനം. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്ക് 2026 മാർച്ച് 31 മുമ്പ് KYC പുതുക്കൽ നിർബന്ധമാണ്. ഈ KYC പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടാകുകയില്ല എന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത്. KYC പൂർത്തിയാക്കിയില്ല എങ്കിൽ 8-ാമത്തെയും 9-ാമത്തെയും സിലിണ്ടറിനുള്ള സബ്സിഡി തടഞ്ഞുവെക്കും. മാർച്ച് 31 മുമ്പ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കും. പിന്നീട് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടാൻ സാധിക്കില്ല. തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും KYC അപ്ഡേഷൻ മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം സാമ്പത്തിക വർഷത്തെ 8-9 ഫില്ലറുകളുടെ സബ്സിഡിയോ യോഗ്യതയോ ഉണ്ടാകില്ല. അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം 300 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. പണം യഥാർത്ഥ ഉടമയുടെ അക്കൗണ്ടിലേക്കാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് KYC നടപടികൾ നടത്തുന്നത് എന്നതാണ് കമ്പനിയുടെ വാദം. LPG KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപഭോക്താക്കൾക്ക് കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് അവരുടെ KYC അപ്ഡേഷൻ ചെയ്യാം. ഇതിനിപ്പോൾ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല. www.pmuui.gov.in/ekyc.html എന്ന വെബ്സൈറ്റിലൂടെയും KYC നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും 1800 23 33 555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും.